എനിക്ക് അമ്മ സംഘടനയുടെ ഈസി ഗ്രൂപ്പിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഈസിക്ക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെൻ്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി ഇട്ടപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെൻറ്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല എന്ന്. ഡബിൾ ഡാഡി സിൻഡ്രോത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ, ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ 17 പേരുള്ളൊരു ഈസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇട്ടത്. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ആ ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുത്തിയതാണ്. മാധ്യമങ്ങളുടെ പ്രഷർ കാരണമാണ് എൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ആ സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചാനലുകളിലൂടെയാണ് കാണുന്നത് ഇന്ന ആൾക്കാരാണ് സമിതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിതുവരെ ഒഫീഷ്യലി ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ആരാണ് സമിതിയിലുള്ളതെന്ന്. അപ്പോൾ ഞാൻ കേട്ടു പ്രസിഡൻറ്റും സെക്രട്ടറിയും സമിതിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരോപണം ഉയർത്തിയ കൂട്ടത്തിൽ പ്രസിഡൻ്റ് ഉൾപ്പെടെ ആരോപണ വിധേയയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ പ്രസിഡൻ്റ് ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ പ്രസിഡൻ്റ് ഇരിക്കുന്ന ഒരു സമിതിയിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പരാതി പറയാൻ വേണ്ടി വീണ്ടും പോവില്ല. കാരണം ഇതിൻ്റെ മുന്നേ പ്രസിഡൻറ്റിനോട് ഞാൻ പരാതി പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിൻ്റെ അരികെ ഞാൻ വീണ്ടും എന്തിന് പരാതിയുമായിട്ട് പോകണം? ഞാൻ എൻ്റെ മനസ്സിൽ വന്ന 3 പേരുകളാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻ ചേട്ടൻ, മാല പാർവതി ചേച്ചി, രമേശ് പിഷാരടി ചേട്ടൻ, ഇങ്ങനെ പേരുകൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ എൻ്റെ മെയിലിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ 3 പേരല്ലാന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് നിൽക്കാത്ത അമ്മ സംഘടനയിലെ ആരെ വേണമെങ്കിലും സമിതിയിൽ ഉൾപ്പെടുത്താം. പക്ഷെ ആരോപണ വിധേയരായിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരും ആ സമിതിയിൽ ഉണ്ടാവാൻ പാടില്ല.